ലോക്ക് ചെയ്യാൻ വേണ്ട റിക്വസ്റ്റ് സ്വിച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഏതെങ്കിലും രീതി കിടക്കാച്ചൊരു ആംറസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കുഞ്ഞൻ സ്വിച്ച് ഇവിടെ ഉണ്ട്. ഈ സ്വിച്ചിൻ്റെ ഗുണം എന്താണെന്നുള്ളത് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ നോക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, ഈ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോൾ തൊട്ട് വിശേഷങ്ങളാണ്. ഫ്രണ്ടിലത്തെ സീറ്റ് ഞാൻ ഏറ്റവും ബാക്കിലോട്ട് ഇറക്കിയിട്ട് നിങ്ങൾ കണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് കൂളിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം, ഇടയ്ക്ക് ഒട്ടിച്ചോ പിന്നെ ഒട്ടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കൂളിംഗ് ഒട്ടിച്ച ഇവിടെ നിങ്ങളിപ്പോൾ ഒരു സൈഡ് മാത്രം ഇവിടെ റെഡ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. യെസ്, ഒരു 1 2 3 4. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. ഇന്നിപ്പോൾ നമ്മളുള്ള നമ്മുടെ കിയയുടെ ഷോറൂമിലാണ്. ഇവിടെ നമ്മുടെ സിറോസിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു വാഹനത്തിൻ്റെ വാക്ക് റൗണ്ട് ആണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒരു ടെസ്റ്റ് ഡ്രൈവോ കാര്യങ്ങളൊന്നും അവൈലബിൾ ആയി തുടങ്ങിയിട്ടില്ല. ഏതായാലും ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ ആവുന്ന സമയത്ത് തന്നെ നമ്മൾ അതും കൂടെ ചെയ്യുന്നതായിരിക്കും. ഇന്ന് നമുക്കിതിൻ്റെ ഫുൾ വാക്ക് റൗണ്ട് വിത്ത് ഇതിനകത്തുള്ള ചെറിയ ഫീച്ചേഴ്സ് വരെ നമുക്കൊന്ന് എടുത്ത് പറഞ്ഞു പോകാം. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി ടെക്സ്റ്റോ. ഓക്കെ, അപ്പം നമുക്ക് ഏതായാലും ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് വശം കൊണ്ട് കാണുമ്പോഴത്തേക്കും കിയയുടെ ഒരു വലിയ ബാഡ്ജിങ് പോലെ തന്നെ ഇവർ അവകാശപ്പെടുന്ന പോലെ ഒരു ഡിജിറ്റൽ ടൈഗർ ഫേസ് ആണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ് തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 360 ഡിഗ്രിയുടെ ക്യാമറ യൂണിറ്റ് കാണാൻ സാധിക്കും. 2 എയർ ഡാംസ് കാണാൻ സാധിക്കും. അതിനകത്തൂടെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ കണ്ടൻസർ യൂണിറ്റും ടെർബോയുടെ ഇൻ്റർകൂളറും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സ്കിറ്റ് പ്ലേറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 1 2 3 4 5 6 പാർക്കിംഗ്, അതായത് മൊത്തം 6 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ബമ്പറിൻ്റെ തൊട്ട് താഴെ ഇവിടെ ഒരു അഡാസിൻ്റെ റഡാർ കാണാൻ സാധിക്കും. അതായത് അഡാസ് ലെവൽ 2 ഫീച്ചർ വരുന്ന വാഹനമാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ക്യാമറയും കൂടെ കാണാൻ സാധിക്കും. അതായത് ഒരു അഡാസ് ലെവൽ 2 ക്യാമറയും റഡാർ ബേസുമായിട്ടാണ് ഈ ഒരു വാഹനം വർക്ക് ചെയ്യുന്നത്. സൈഡ് വശത്തോട്ട് വരുന്ന സമയത്ത് നമുക്കൊരു ഹെഡ്ലൈറ്റ് കാണാൻ സാധിക്കും. പെട്ടെന്ന് എനിക്ക് ഈ ഹെഡ്ലൈറ്റ് കാണുമ്പോഴത്തേക്കും ഒരു ടെയിൽ ലൈറ്റിൻ്റെ ഒരു ഫീലാണ് വരുന്നത്. കാരണം ഇത്രയും താഴ്ന്ന ഈ ഒരു ഷേപ്പിലൊക്കെ വരുന്നൊരു ഹെഡ്ലൈറ്റ് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് തന്നെയാണ് പറയാൻ സാധിക്കുന്നത്. 3 ഐസ് ക്യൂബ് ഷേപ്പാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. MFR ലൈറ്റുകളാണ് ഇവിടെ വരുന്നത്. അതായത് മൾട്ടി ഫേസ് റിഫ്ലക്ടർ ടൈപ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു DRL പ്ലസ് ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതും കാഴ്ചയിൽ നല്ല രസം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് ഓൺ ചെയ്ത് കൊണ്ടൊന്ന് കാണാം. ഓൺ പൊസിഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഒരു ഡിം മോഡാണ്. ഇനി ബ്രൈറ്റ് നിട്ടെ. യെസ്, ബ്രൈറ്റ് താഴത്താണ് വരുന്നത്. അപ്പോൾ മേളത്തെ 2 ഡിമ്മും താഴെ ബ്രൈറ്റും. അപ്പോൾ ഹെഡ്ലൈറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് ഈ വലിയൊരു ഏരിയ നമ്മുടെ ഹുഡ് കാണാൻ സാധിക്കും. ഏതായാലും ഹുഡിൽ ശരിക്കും പറഞ്ഞാൽ 2 ക്യാരക്ടർ ലൈൻസ് പെട്ടെന്ന് എടുത്ത് കാണുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. എന്നാൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 ക്യാരക്ടർ ലൈൻസ്, ഇങ്ങനെ ഒരു ക്യാരക്ടർ ലൈനും നമുക്ക് കാണാൻ സാധിക്കും. അതും കിടുവാണ്. പക്ഷേ ഇതിൻ്റെ സൈഡിലോട്ട് വരുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു വിശേഷം പറയാനുള്ളത്. അതായത് ഈ ഒരു ടോൾ ബോയ് ഡിസൈനെന്നോ അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റുന്നത്, ഒരു ബോക്സി ഷേപ്പ് ഇവിടെ നിന്ന് നോക്കിയാൽ അറിയത്തില്ല. ബാക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ഒരു ബോക്സ് ഷേപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു വലിയൊരു ക്ലാഡിംഗ് ആണ്, അതായത് വലിയൊരു വീലാർച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ കിട്ടുന്ന ഒരു 17 ഇഞ്ചിൻ്റെ അലോയാണ്. 215 55 6 17 ആണ് ടയർ സൈസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു ഡയമണ്ട് കട്ട് അലോയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ സൈഡ് പ്രൊഫൈലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സൈഡ് മിറേഴ്സ് കാണാൻ സാധിക്കും വിത്ത് ഇൻഡിക്കേറ്റേഴ്സും ഒരു 360 ഡിഗ്രിയുടെ ക്യാമറയും നമുക്കിവിടെ അവൈലബിൾ ആണ്. സൈഡിലോട്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു പോർഷനാണ് നമുക്ക് ഒരുമാതിരി ഇപ്പം നമ്മൾ ഫെമിലിയർ ആയിട്ട് വരുന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഫ്ലഷ് ഡോർ ഹാൻഡിൽസ് അല്ലെങ്കിൽ സ്ട്രീം ലൈൻ ഡോർ ഹാൻഡിൽസ് ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നോർമലായിട്ട് ഇത് പോപ്പപ്പ് വരുന്ന മോഡലല്ല, കൈകൊണ്ട് പ്രസ് ചെയ്ത് തുറന്നാൽ മാത്രം തുറക്കത്തുള്ളൂ. ഓക്കെ, ഞാൻ ഇതിനകത്തുള്ളൊരു പ്രത്യേകത കൂടെ പറയാം. ഇപ്പം നമ്മുടെ കീ നമ്മുടെ പോക്കറ്റിലുണ്ടെന്ന് സങ്കല്പിക്കാം. നിങ്ങൾക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലോക്ക് ചെയ്യാൻ വേണ്ട റിക്വസ്റ്റ് സ്വിച്ചോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫീച്ചർ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്വിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം ലോക്കായി. ഇപ്പം നമുക്കിത് തുറക്കാൻ സാധിക്കത്തില്ല, ലോക്ക്ഡ് ആണ്. ഇനി ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ പോലും നമ്മുടെ കീ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വാഹനം പിന്നെയും അൺലോക്ക് ആയിരിക്കുകയാണ്. യെസ്, അത് ഡ്രൈവർ സൈഡിൽ മാത്രം ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളൂ, വേറെ സൈഡിലൊന്നും അവൈലബിൾ അല്ല. അത് കഴിഞ്ഞ് പിന്നെ ഈ സൈഡിലോട്ട് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എയറോഡൈനാമിക് ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതായത് എയർ റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഷേപ്പ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മളിത് ഫെമിലിയർ ആണോ എന്ന് ചോദിച്ചാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് അവൻ്റെ ഒരു ചെറിയ കട്ടില്ലേ എന്ന് തോന്നും. പക്ഷേ ഇവിടെ ഒരു ചെറിയൊരു കട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, ഒരു യു ഷേപ്പ് അല്ല വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഒരു ചെറിയ വെറൈറ്റി ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയാം. ഈ ഒരു സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു എന്താ പറയുന്നത്, ഒരു ഭയങ്കര ഒരു സംഭവം, ഒരു വലിയൊരു വാഹനത്തിൻ്റെ ഒരു ഫീലാണ് നമുക്ക് തോന്നും. എന്നാൽ ഇതൊരു സബ് 4 മീറ്ററിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഒരു ഭയങ്കര സംഭവമായിട്ട് തന്നെ എനിക്ക് തോന്നിയായിരുന്നു കണ്ടപ്പം. ഗ്ലാസ് ഏരിയാസ് ഒക്കെ വളരെ കൂടുതലാണ്. കാരണം ഇവിടെ ഫ്രണ്ട് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമുക്കിവിടെ ഒരു കുഞ്ഞ് ക്വാർട്ടർ ഗ്ലാസ് കാണാൻ സാധിക്കും. അതായത് നമുക്ക് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടൊക്കെ ടേൺ എടുക്കുന്ന സമയത്ത്, അതായത് റൈറ്റിലോട്ടൊക്കെ ടേൺ എടുക്കുമ്പോഴാണെങ്കിലും ഈ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുള്ളതുകൊണ്ട് നല്ല രീതിക്ക് ഔട്ട്സൈഡ് വിസിബിലിറ്റി കൂടുതൽ കിട്ടുന്നുണ്ട്. സൈഡിലോട്ട് വരുമ്പോൾ ബാക്കിൽ ഇവിടെ ഒരു ക്വാർട്ടർ ഗ്ലാസ് ഉണ്ട്. ബാക്കിലത്തെ പോർഷൻസ് എല്ലാം ഒരു
ഗ്ലാസ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് തന്നെയാണ് ഇങ്ങോട്ട് വരുന്ന ഒരു ഫ്യൂവൽ ലിഡ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊരു ഡീസൽ വേരിയൻ്റ് ആണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു വാഹനം. ഇതൊരു 1.5 ലിറ്റർ ടെർബോ എഞ്ചിനാണ് നമുക്കിവിടെ വരുന്നത്. ഓട്ടോമാറ്റിക് സീരീസ് ആണ്. അതുപോലെ തന്നെ ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ടെയിൽ ലൈറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്താണ് ഈ ഒരു ബമ്പർ പോർഷൻ തുടങ്ങി വരുന്നത്. അതായത് ബമ്പർ ചെയ്താൽ ടെയിൽ ലൈറ്റ് ചെയ്താന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടും. ആ രീതിക്കാണ്. ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇവിടെ കൊണ്ട് മെറ്റൽ തീർന്നു. ഇതെല്ലാം പ്ലാസ്റ്റിക് ആണ് വരുന്നത്, മീൻസ് ഫൈബർ ആണ് വരുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന സമയത്ത് സിറോസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. കിയയുടെ ഒരു വലിയ ബാഡ്ജിങ് കാണാൻ സാധിക്കും. ഒരു റിയർ ഫോഗർ കാണാൻ സാധിക്കും. ഒരു വൈപ്പർ ബ്ലേഡ് ഉണ്ട്. ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. അതുപോലെ തന്നെ മേളിലൊരു ഷാർക്ക് ഫിൻ ആൻറ്റിന വരുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന ഇപ്പോൾ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് എടുത്ത് പറയാൻ ഏതെങ്കിലും വലിയ സംഭവമായിട്ട് പറയാൻ തന്നെ ഇല്ല. അതുപോലെ തന്നെ പുറകെ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ 1, 2, 3 പാർക്കിംഗ് സെൻസേഴ്സ്. 3 കൊണ്ട് തീരുന്നില്ല. ബാക്കി ഇപ്പുറം വരുന്നുണ്ട് 1, 2, 3. അങ്ങനെ ടോട്ടൽ 6 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അതിൽ 4 ഫംഗ്ഷനിലായിട്ടുള്ള പാർക്കിംഗ് സെൻസറും ബാക്കി വരുന്നത് നമുക്ക് അഡാസ്, അതായത് എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുമ്പോൾ ശരിക്കും പാർക്കിംഗ് തന്നെയാണ് അത് യൂസ് ചെയ്യുന്നത്. എന്നാലും മെയിനായിട്ട് നമുക്കൊരു 4 പാർക്കിംഗ് സെൻസർ പ്ലസ് 2 കൂടെ നമുക്ക് പറയാൻ സാധിക്കും. അതായത് 6 പാർക്കിംഗ് സെൻസേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ക്യാമറ, റിയർ ക്യാമറ ഇവിടെ കാണാൻ സാധിക്കും. ഇത് 360 ഡിഗ്രി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്നൊരു ക്യാമറയാണ്. തൊട്ട് താഴെയായിട്ട് നമുക്കൊരു റിവേഴ്സിൻ്റെ ലൈറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു സ്കിഡ് പ്ലേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അതും നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ നമുക്ക് ടെയിൽ ലൈറ്റിലോട്ട് പോകാൻ സാധിക്കും. ഇതിപ്പോൾ ഒരു ബ്രേക്ക് ലൈറ്റ് വരുന്നുണ്ട്. നമുക്കൊരു ഇൻഡിക്കേറ്റർ ലൈറ്റ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ റിവേഴ്സ് ലൈറ്റ് ഞാൻ പറഞ്ഞ പോലെ താഴെയാണ് വരുന്നത്. പാർക്ക് ലൈറ്റ് ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. സ്റ്റാർ മാപ്പ് LED ലൈറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഒരു സ്വിച്ച് വരുന്നുണ്ട്. അതെ, ഈ കാണുന്ന ഒരു സ്വിച്ചാണ്. ജസ്റ്റ് നോർമൽ ഒരു സിംഗിൾ പ്രസ് ആണ് വരുന്നത്. അത് കഴിഞ്ഞ് 2 ലൈസൻസ് ലാമ്പും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നോക്കുമ്പോൾ ഒരു കുഞ്ഞൻ പാർസൽ ട്രേ നമുക്കിവിടെ കാണാൻ സാധിക്കും. വളരെ ചെറിയൊരു പാർസൽ ട്രേ. കാരണം ഞാനത് ചെറുതെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു ഡൗട്ട് കാണുന്നത് ഇത്രയേ ഉള്ളൂ. ഒരു കുഞ്ഞൻ പാർസൽ ട്രേ. എന്തുകൊണ്ട് ഇവിടെ ചെറിയൊരു പാർസൽ ട്രേ വന്നു എന്നുള്ളതിലും വലിയൊരു കഥയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. കാരണം ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ ഇത്രയും ഏരിയ ഇട്ടിരിക്കുന്നത് എന്തിനാണെന്നുള്ളൊരു ചോദ്യം ഇപ്പോൾ പലർക്കും മനസ്സിൽ സംശയം വരും. ഞാൻ ഈ വാഹനത്തിനകത്ത് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് കാണിച്ചു തരാം. ഈ ഒരു സീറ്റ് പോലും റിക്ലൈൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഈ ഒരു കാര്യം കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഇനി ഇതിന് താഴെ എന്തൊക്കെയാണ് വരുന്നതെന്ന് കൂടെ നോക്കാം. ഒരു സ്പെയർ വീൽ വരുന്നുണ്ട്. സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത് 95, 65, R15 ആണ് വരുന്നത്. അതായത് 17 ഇഞ്ച് വരുന്ന ഒരു വാഹനത്തിന് 15 ഇഞ്ചിൻ്റെ ഒരു സ്പെയർ വീലാണ്. ജസ്റ്റ് ഒരു സ്പെയർ വീൽ ആയതുകൊണ്ടാണ് ആ ഒരു റേഞ്ച് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ചെറിയ സബ് വൂഫർ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വരുന്ന ഈ ഒരു ബൂട്ട് ലൈറ്റ് മാത്രം കുറച്ചൊരു ശോകമായിട്ടുണ്ട്. അതൊരു LED ആയിരുന്നുണ്ടെങ്കിൽ നന്നായേനെ എന്നൊരു സജഷൻ എനിക്കുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഇവിടെ ഇങ്ങനെ ഒരു പ്രൊവിഷൻ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഏതെങ്കിലും രീതിക്ക് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബൂട്ട് ഈ ഒരു സ്വിച്ച് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു മൈനസ് ഇവിടെ ജസ്റ്റ് അകത്ത് കയറ്റിയിട്ട് ഒരു ചെറിയൊരു സാധനം കയറ്റിയിട്ട് ഒന്ന് ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബൂട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇതുപോലത്തെ കുഞ്ഞൻ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡ് തൊട്ട് തന്നെ തുടങ്ങാം. ഡ്രൈവർ സൈഡിലെ സീറ്റ് തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഇതൊരു 4-way അഡ്ജസ്റ്റബിൾ സീറ്റാണ് നമുക്ക് വരുന്നത്. അതായത് 4-way ഇലക്ട്രിക്കലും മാനുവലും കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു സീറ്റ് തന്നെയാണ്. അതായത് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് മാനുവലായിട്ടും പിന്നെ റിക്ലൈനർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇലക്ട്രിക്കലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകുന്നത് നമുക്ക് ഇലക്ട്രിക്കൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. സ്ലൈഡിങ് വരുന്നത് ഇലക്ട്രിക്കലാണ്, റിക്ലൈനിങ്ങും വരുന്നത് ഇലക്ട്രിക്കലാണ്. ഇനി നമുക്ക് ഈ വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഈ വാഹനത്തിലോട്ട് കയറിയിരിക്കാം. കയറിയിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഏതായാലും നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊരു വാഹനം തന്നെയാണ്. ഒരുപാട് പ്രത്യേകതകളും വിശേഷങ്ങളും. കാരണം ഈ വാഹനത്തിലോട്ട് കയറിയിരിക്കുമ്പോൾ ഒരു കുഞ്ഞൻ വാഹനമല്ല, ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാഹനമാണ്. ഏതായാലും നമുക്ക് ഈ ഡോർ സൈഡ് തൊട്ട് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ നമുക്കിവിടെ മേലത്ത് ഈ ഒരു പോർഷനൊക്കെ കാണുമ്പോഴത്തേക്കും നല്ലൊരു ലെതർ ഫിനിഷ് ഉള്ളൊരു മെറ്റീരിയലാണ് നമുക്കിവിടെ കിട്ടുന്നത്. തൊട്ട് സൈഡിലോട്ട് വരുമ്പോൾ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ്സിൻ്റെ സ്വിച്ച് കാണാൻ സാധിക്കും. അത് 3 സ്പീഡാണ് നമുക്കിവിടെ വരുന്നത്. എനിക്ക് ഏത് സ്പീഡ് വേണം ആ സ്പീഡ് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ സീറ്റിൽ നിന്നും എയർ വരുന്നതായിരിക്കും. അതായത് ഡ്രൈവർ സീറ്റിൽ താഴെയും ബാക്ക് സൈഡിലായിട്ട് 2 സൈഡിലും എനിക്ക് എയർ കിട്ടുന്നതാണ്. ഡോർ ഓപ്പണിംഗ് നോബ് നമുക്ക് കാണാൻ സാധിക്കും. വിത്ത് ലോക്ക് ആൻഡ് അൺലോക്കിൻ്റെ നമുക്ക് കാണാം. ഇവിടെ നമുക്ക് മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് അവൈലബിൾ ആണ്. മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള രീതികൾ, പിന്നെ മിറർ ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന സ്വിച്ച്, ലോക്ക് ആൻഡ് അൺലോക്ക് സ്വിച്ച്, പവർ വിൻഡോസ്, ഇതെല്ലാം ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫീച്ചർ വരുന്ന മോഡൽ തന്നെയാണ്. അതുപോലെ തന്നെ മിറർ ലോക്കും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ബോട്ടിൽ ഹോൾഡേഴ്സ്. ഈ ഒരു വാഹനത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ
ഇഷ്ടം പോലെ സ്പേസ് ആണ്. നമുക്ക് ഓരോ സ്പേസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു പോക്കറ്റ് ഏരിയ ആണ്. ഇവിടെ നമുക്കൊരു പോക്കറ്റ് ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ കൊട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു പോക്കറ്റ് ഏരിയ ഉണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു 3 പോക്കറ്റ് ഏരിയ ഇവിടെ കാണാൻ സാധിക്കും. ഹർമന്റെ കാർഡ് എന്ന് പറയുന്ന സ്പീക്കർ സെറ്റ്സ് ആണ് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലോട്ട് വരുന്ന സമയത്ത് AC വെന്റ് കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് തന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ കാണാം. ഓട്ടോ ഹോൾഡ് ഫംഗ്ഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്വിച്ച് കാണാം. പാർക്കിംഗ് ബ്രേക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ചും ഇവിടെ കാണാൻ സാധിക്കും. OBDയും ഫ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് മേളിലായിട്ട് നമുക്ക് ഡീഫോഗേഴ്സ് കാണാൻ സാധിക്കും. ഇത് കഴിയുമ്പോഴത്തേക്കും ഒരു വലിയൊരു 30 ഇഞ്ചിൻ്റെ ഒരു ഫുൾ സ്ക്രീനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് ഒരു പനോരമിക് സ്ക്രീനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിപ്പോൾ ഒരു സൈഡ് മാത്രം ഇവിടെ റെഡ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോ. റെഡ് ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് ക്ലോസ്ഡ് ആണ്. എന്നാൽ അതേ സ്ഥാനത്ത് ബാക്കിലത്തെ ഗ്ലാസ് നോക്കിക്കേ തുറന്ന് കിടക്കുകയാണ്. അതായത് ഈ ഒരു വാഹനം സെൻസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏത് ഗ്ലാസ് തുറന്ന് കിടക്കുന്നു അത് വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ ഡ്രൈവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ ഏതായാലും ലെഫ്റ്റ് സൈഡിലെ ആ ഒരു പവർ വിൻഡോ കൂടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഇപ്പം ബ്ലിങ്ക് ചെയ്യുന്ന ശ്രദ്ധിച്ചോണം. ബാക്ക് റൈറ്റും ഫ്രണ്ട് ലെഫ്റ്റും വളരെ വ്യക്തമായിട്ട് ബ്ലിങ്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു ഫീച്ചറാണ്. കാരണം സാധാരണ ഡോർ ഓപ്പൺ കാണിക്കുന്നത് പോലെ തന്നെ വിൻഡോസും ഓപ്പൺ ആണെന്ന് കാണിക്കുന്നത് നല്ലൊരു കാര്യമാണ്. ഒരു ഡ്യുവൽ ഡീകട്ട് സ്റ്റിയറിംഗ് വീലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ഫംഗ്ഷൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ള, ടെലിസ്കോപ്പിക് ഇല്ല. പലപ്പോഴും നമ്മൾ കണ്ട് ഫെമിലിയർ ആയിട്ടുള്ളൊരു രീതിയല്ല. കാരണം പലപ്പോഴും നമ്മൾ സ്റ്റിയറിംഗിൻ്റെ വോളിയം കൺട്രോൾസ് എല്ലാം നമുക്ക് വരുന്ന ഈ ഒരു സൈഡാണ്. നമ്മൾ പലപ്പോഴും ഫെമിലിയർ ആയിരിക്കുന്ന ഈ ഒരു സൈഡാണ്. പക്ഷേ ഇവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് അത് ഈ സൈഡിലായിട്ട് ഒരു നോബ്, അതായത് ഒരു റോട്ടറി ടൈപ്പ് നോബാണ്. നമുക്ക് വോളിയം അപ്പ് ആൻഡ് ഡൗൺ, മോഡ്, നമുക്ക് വോയിസ് കമാൻഡ് കാര്യങ്ങളൊക്കെ, മോഡ് ചേഞ്ച് അപ്പ് ആൻഡ് ഡൗൺ, അതായത് നെക്സ്റ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ്, കോള്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത പറയാനാണെങ്കിൽ ഇവിടെ ട്രാക്ഷൻ ബട്ടൺ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഈ വാഹനത്തിന്റെ ട്രാക്ഷനൊക്കെ നമുക്ക് ഒറ്റ പ്രസ്സിൽ ഇവിടെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സ്നോ മോഡ് വരുന്നുണ്ട്, മഡ് മോഡ് വരുന്നുണ്ട്, സാൻഡ് മോഡും വരുന്നുണ്ട്. പെട്ടെന്ന് നമുക്ക് ട്രാക്ഷൻ മോഡ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ബാക്കിയുള്ള സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക്, അതായത് നമ്മുടെ അഡാസ് ഫീച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റിംഗ് ഇവിടെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡ്രൈവ് മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നമ്മളിവിടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നോർമൽ, സ്പോർട്ട്, ഈക്കോ ഈ ഒരു 3 മോഡ്. അതുപോലെ തന്നെ തൊട്ട് ബാക്ക് സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് നമുക്ക് കാണാം. നമ്മുടെ ഇപ്പോൾ ഇരിക്കുന്ന ഒരു വാഹനം ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആണ്. അതുപോലെ ഗിയർ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോ ഹെഡ് ലാമ്പ് വരുന്നുള്ളതുകൊണ്ട് ഓട്ടോ പാർക്ക് ഹെഡ് ലൈറ്റ് ആണ് ഇതിന് വരുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് സൈഡിലെ വൈപ്പേഴ്സിന്റെ ആണ് വരുന്നത്. ഹൈ ലോ വൈപ്പറിന്റെ ഇന്റർമിറ്റന്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്പീഡ് സെറ്റ് ചെയ്യണം അത് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ഒരു സ്വിച്ച് കാണുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഈ കീ ഒന്ന് നമുക്ക് ഓൺ ചെയ്യാം. അത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ എൻജിൻ സ്വിച്ച് വരുന്നത്. അപ്പോൾ ആക്സസറീസ് മോഡ് ഓൺ എന്ന് പറഞ്ഞു വന്ന് ഞാൻ ഒന്ന് പ്രസ് ചെയ്തപ്പം ഒന്നുകൂടെ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇഗ്നീഷൻ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇഗ്നീഷൻ ഓൺ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളാണ് നമുക്കിവിടെ എഴുതി കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന ഒരു 30 ഇഞ്ചിൻ്റെ ഒരു വലിയൊരു പനോരമിക് സ്ക്രീനാണ് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ 3 സ്പ്ലിറ്റപ്പ് ആണ്. കാണുമ്പോൾ ഒരു ഒറ്റ സ്ട്രെച്ചാണെന്ന് തോന്നുമെങ്കിൽ പോലും ഇതൊന്ന്, ഇത് ഇത്രയും 2, ഇത് ഇത്രയും 3. അതായത് ക്ലസ്റ്റർ മീറ്റർ വരുന്ന ഒരു 12 ഇഞ്ച് സ്ക്രീനും ഒരു 5 ഇഞ്ച് സ്ക്രീനും നമ്മുടെ AC-ക്ക് വേണ്ടി മാത്രം വെച്ചിട്ട് ഒരു 12.3 ഇഞ്ചിൻ്റെ ഒരു ഫുൾ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ഈ മോഡൽ ടോപ്പ് വേരിയൻ്റ് ആയതുകൊണ്ട് ഒരു 7.1, അതായത് ഒരു 8 സ്പീക്കർ സിസ്റ്റമാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതിൽ ഒരെണ്ണം നമ്മുടെ സബൂഫറാണ് വരുന്നത്. ബാക്കിയുള്ള 2 ട്യൂട്ടേഴ്സ് ഫ്രണ്ടിൽ, അതായത് ഈ സെൻറ്റർ പോർഷനിലായിട്ടൊരു സ്പീക്കർ വരുന്നുണ്ട്. 2 ഡോർ പാഡ്സിലും നമുക്ക് സ്പീക്കേഴ്സ്, 4 ഡോർ പാഡ്സിലും നമുക്ക് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. അത് വരുന്നത് ഹാർമന്റെ കാർഡോൺ എന്ന് പറയുന്ന മോഡലാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തെ കുറിച്ച് ഞാൻ വലിച്ചു നീട്ടി പറയുന്നില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ നോക്കിയാലും തീരാത്ത അത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് AC ഓൺ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ടച്ച് ഫീച്ചറിൽ തന്നെ നമുക്കിവിടെ തന്നെ ജസ്റ്റ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടെമ്പറേച്ചർ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കതെല്ലാം ഇവിടെ തന്നെ എടുത്ത് ടെമ്പറേച്ചർ നമുക്കിവിടെ തന്നെ കറക്റ്റ് സെറ്റ് ചെയ്യാം. എയർ ഫ്ലോ എങ്ങനെ വേണമെന്നുള്ളത് സെറ്റ് ചെയ്യാൻ പറ്റും. ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാൻ സാധിക്കും. ഓട്ടോ മോഡിൽ ഇടണമെങ്കിൽ ഓട്ടോ മോഡ് ഇടാം. ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞതുപോലെ നമുക്ക് ടച്ച് ഫീച്ചറിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ, ഇനി അതല്ല മാനുവലിൽ നമുക്ക് ഇവിടെ എല്ലാ മോഡ്സും നമുക്ക് അവൈലബിൾ ആണ്. ഒരു 4 ടോഗിൾ സ്വിച്ച് നമുക്കിവിടെ വരുന്നുണ്ട്. അത് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതി, ഇതെല്ലാം മാനുവലായിട്ട് ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ സെറ്റ് ചെയ്യാൻ സാധിക്കും. മോഡ് നമുക്ക് ഏത് മോഡ് വേണമെന്നുള്ളത് അതെല്ലാം നമുക്കിവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഏത് രീതി എയർ ഫ്ലോ വരണമെന്നുള്ളത്, അതുപോലെ തന്നെ AC-യുടെ സ്പീഡ് കൺട്രോൾ ചെയ്യാം, ഫാൻ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാനുവലായിട്ട് തന്നെ നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇതൊന്നും അല്ലാതെ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിൽ, ഇതൊരു ടച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്, ഈ ഒരു ഡിസ്പ്ലേ പോലും നമുക്കിത് വളരെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ
ഫിസിക്കൽ സ്വിച്ച്. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ വാഹനങ്ങളിലെ ഏറ്റവും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ സ്വിച്ച്. പക്ഷേ അതേ സ്ഥാനത്ത് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫിസിക്കൽ സ്വിച്ച് കാണാൻ സാധിക്കും. ഇവിടെ ഹോം, മാപ്പ്, സെർച്ച്, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒരുപാട് ആവശ്യമുള്ളതാണ്. കാരണം ഹോമിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റയടിക്ക് നമ്മുടെ ഹോം പേജിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്കൊക്കെ മാപ്പ് ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ മാപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് മാപ്പ് മോഡിലോട്ടായിരിക്കും പോകുന്നത്. മാപ്പ് മോഡിലോട്ട് പോയി നമ്മൾ സെലക്ട് ചെയ്യുക. ഇനി സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്ത് നമുക്ക് സെർച്ച് ചെയ്യാം. കാരണം ഇതൊന്നും നമുക്ക് തപ്പി കണ്ടുപിടിക്കാനുള്ള താമസം എടുക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് ഇതുപോലെ ഒരു റോട്ടറി നോബ്. വളരെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു രീതി, അല്ലെങ്കിൽ കാണാൻ അതുപോലെ രസമുള്ളൊരു ഫീൽ തന്നെയാണ് നമ്മുടെ ഈ റോട്ടറി നോബ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു പാട്ടൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മീഡിയയിലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ സ്റ്റീരിയോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തോട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ഫോണിൻ്റെ ഫുൾ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് USB-C ടൈപ്പ് നമുക്കിവിടെ 2 എണ്ണം കാണാൻ സാധിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശരിക്കും ചാർജിങ് മാത്രമാണ് നടക്കുന്നത്. ഇതൊരു USB ആയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ഇത് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടിൻ്റെ കളർ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതായത് ഇത് USB ആയിട്ടും വർക്ക് ചെയ്യും, ഒരു പവർ ചാർജിങ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു C ടൈപ്പ് ഔട്ട് കിട്ടുന്നുണ്ട്. ഇത് മാത്രമല്ല 180 വാട്ട്സിൻ്റെ ഒരു 12 വോൾട്ട് ഔട്ട്പുട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അത് പുഷ് ടൈപ്പ് ആണ് വരുന്നത്. നമ്മളൊന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആയി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ക്ലോസ് ചെയ്ത് വെക്കാനും സാധിക്കും. ഒരു മൊബൈൽ ചാർജിങ്, അതായത് ഒരു വയർലെസ് ചാർജിങ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല കിടുക്കനൊരു ഗിയർ ലിവർ നോബ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരു പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഗിയേഴ്സ് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ചെയ്യാതെ തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് റിവേഴ്സ് മോഡ് കാണാം, ന്യൂട്രൽ, ഡ്രൈവ് മോഡ് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഞാൻ പാർക്ക് മോഡിലോട്ട് തന്നെ ഇട്ടു. പിന്നെ ഒരു എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് ഇവിടെയാണ് വരുന്നത്. പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ഫീച്ചർ നമുക്കിവിടെ വരുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും 360 ഡിഗ്രി ക്യാമറ കാണണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രസ് ചെയ്തുകൊണ്ട്, അതായത് ഇത് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ വ്യൂ കിട്ടുന്നതായിരിക്കും. ഇതിൽ ഏത് വ്യൂ വേണം, 360 വേണമെങ്കിൽ 360 നമുക്ക് ഇടാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ മാറ്റി നോക്കാം. ഡോർ തുറന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഈ സൈഡൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്. അല്ലാതെ നല്ല കിടക്കാച്ചായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകൾ കാണാൻ വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് ഇടുന്ന സമയത്ത് ഇപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ബ്ലൈൻഡ് സ്പോട്ടുകൾ വരുന്നുണ്ടെങ്കിൽ അതറിയാൻ സാധിക്കും. ഇനി ലെഫ്റ്റിൽ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ, അതായത് ഈ ഒരു മീറ്ററിൽ തന്നെ നമുക്ക് 2 സൈഡിലുമുള്ള ബ്ലൈൻഡ് സ്പോട്ടുകൾ ഏത് ഇൻഡിക്കേറ്റർ ഇടുന്നു ആ ഒരു സൈഡിൽ ഓൺ ആകുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു രീതിക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുമ്പോൾ ചില്ലറയൊന്നുമല്ല. ഞാൻ പറഞ്ഞ പോലെ ഈ വാഹനത്തിൽ അത് ഇഷ്ടം പോലെ സ്പേസ് ആണ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു കിടുക്കൻ ഫീച്ചറാണ്. നമുക്കിനി കപ്പൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കപ്പ് വെക്കാൻ സാധിക്കും. ഇവിടെ ഒന്നിടം പ്രസ് ചെയ്താൽ ഒരു വലിയ കപ്പ് വെക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് കപ്പ് വെക്കേണ്ട എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് നമുക്കിത് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് ലോക്ക് പൊസിഷൻ ആകുന്നതായിരിക്കും. ഇത്രയും ഭാഗം ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ഒരു കിടക്കാച്ചൊരു ആംറസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ഒരു കുഞ്ഞൻ സ്വിച്ച് ഇവിടെ ഉണ്ട്. ഈ സ്വിച്ചിൻ്റെ ഗുണം എന്താണെന്നുള്ളത് പറഞ്ഞാൽ എയർ പ്യൂരിഫയർ ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചാണ്. ഈ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തൊരു എയർ പ്യൂരിഫയർ ഉണ്ട്, അത് വർക്ക് ആകുന്നതായിരിക്കും. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇതിനകത്തൊരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും, വേറെ ഒന്നുമില്ല. ഈ ഒരു ഞാൻ ആ പറഞ്ഞ എയർ പ്യൂരിഫയറിൻ്റെ ആണ് ഈ ഒരു ഇത്രയും ഹെവി ആയിട്ട് ഇരിക്കുന്നത്. അതുകൊണ്ട് ഇത് തുറക്കുക അടക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചൊരു ഹെവി ഫീലിംഗ് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് കോ ഡ്രൈവർ സൈഡിലൊന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി കോ പാസഞ്ചർ സൈഡിലിരിക്കാം. കോ പാസഞ്ചർ സൈഡിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മാനുവലാണ് വരുന്നത്. അപ്പോൾ സാധാരണ രീതിക്ക് നമ്മൾ വാഹനത്തിൽ കയറി കഴിഞ്ഞാൽ ആദ്യം ചെയ്ത് നോക്കുന്നൊരു കാര്യമാണ് ഗ്ലോ ബോക്സ് തുറന്നിടുക. കൊള്ളാം, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറാണ്. കാരണം നമ്മുടെ കാലെ മുട്ടാതിരിക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും നല്ലൊരു ഫീച്ചർ. ഏതായാലും ഇത് കൂൾഡ് ഗ്ലോ ബോക്സോ കാര്യങ്ങളോ ഒന്നുമല്ല, നോർമൽ ഗ്ലോ ബോക്സ് ആണ് വരുന്നത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന പോലെ നമ്മുടെ വാഹനത്തിന്റെ സീറ്റ് വെന്റിലേഷൻ ചെയ്യണമെന്നുള്ള സ്പീഡ് നമുക്ക് ഇവിടെ തന്നെ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഡ്രൈവറോട് ചോദിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഇരുന്ന് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വയർലെസ് ചാർജിങ് ആക്സസ് ചെയ്യാൻ പറ്റും, കപ്പ് ഹോൾഡേഴ്സ് ആക്സസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ പറഞ്ഞൊരു ആംറസ്റ്റ് ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഒരു AC വെന്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിടുക്കൻ ഫീച്ചറാണ്. കാരണം ഈ ഒരു ഡാഷ്ബോർഡ് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ പഴയ ഒരു കോൺസെപ്റ്റ് ഒക്കെ മാറിയിട്ട് എല്ലാം ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതി എല്ലാം നല്ല അടിപൊളിയാണ്. ഏതായാലും ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. നമുക്ക് ഇത് എവിടെ നോക്കിയാലും ഈ വാഹനത്തിനകത്ത് സ്റ്റോറേജ് സ്പേസിന്റെ കളിയാണ്. ഇവിടെ നമുക്കൊരു ഗ്രാബ് റെയിൽ എന്ന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ പിടിച്ചോണ്ടൊക്കെ ഇരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വെക്കാനും ഒക്കെ സാധിക്കും. ഇതൊരു ഓട്ടോ ഡിമ്മിംഗ് ഫീച്ചർ വരുന്ന ഒരു റിയർ വ്യൂ മിറർ ആണ്. അതുപോലെ തന്നെ നമുക്ക് കിയ കണക്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും. SOS എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കോൾ ചെന്ന് അവർ നമ്മളെ വിളിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ തൊട്ട് മേലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ നല്ലൊരു സ്പേസ്, അതായത് എല്ലാം കണക്ട് ചെയ്ത് 2 ലൈറ്റ്സ്, 2 LED ആണ് വരുന്നത്. ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ലൈറ്റ് വേണോ വേണ്ടെന്നുള്ളത് നമുക്ക് ഓഫ് ഓൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു കിടക്കൻ സ്വിച്ച് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. ഒരു പാനോരമിക് സൺ റൂഫ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വാഹനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചോദിക്കുന്ന ഒരു കാര്യം സൺറൂഫ് ഉണ്ടോ. കാരണം ആ ഒരു കാലഘട്ടമായി വലിയ യൂസേജ് ഇല്ലാത്തൊരു കാര്യമാണെങ്കിൽ പോലും എല്ലാവരുടെയും ഒരു ചോദ്യമാണ്
സൺറൂഫ് ഉണ്ടോ? യെസ്, ഇവിടെ ഒരു പനോരമിക് സൺറൂഫ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊരു കിടുക്കം ഫീച്ചർ തന്നെയാണ്. യെസ്, അപ്പോൾ അതെല്ലാം നമുക്ക് നടച്ചിടാം. പിന്നെ നമുക്ക് പാസഞ്ചർ സൈഡ് എയർ ബാഗ് ഓൺ ഓഫ് ചെയ്യാനുള്ള ഫീച്ചർ ഉണ്ട്. ഇതിപ്പോൾ ഓൺ ആണോ ഓഫ് ആണോ നമുക്ക് കൃത്യമായിട്ട് ഇവിടെ അറിയാൻ സാധിക്കും. അത് ഓൺ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൈഡിൽ തന്നെയാണ് അതിൻ്റെ കീ വരുന്നത്. കീ യൂസ് ചെയ്ത് നമുക്കത് ഓൺ ഓഫ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അഡാസിൻ്റെ ക്യാമറ നമുക്ക് യൂണിറ്റ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്, നമുക്കിവിടെ മിറർ ഇല്ല. അതൊരു നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അതൊരു മിറർ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊരു ഓപ്ഷൻ. ഇനി കോ ഡ്രൈവറിന് നന്നായിട്ട് മുഖമൊക്കെ കാണാൻ വേണ്ടിയൊരു ഗ്ലാസ് ഉണ്ട്, ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു സജഷൻ ഉണ്ട്. ഓക്കെ, ഓട്ടോറിറ്റീസ് നമുക്ക് വിട്ടേക്കാം. ഇനിയിപ്പോൾ ഏതായാലും ഇവിടുന്ന് ബാക്കി അപ്രോച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ ബാക്ക് റോയിലോട്ട് ചെന്നിട്ട് ഏറ്റവും അധികം വിശേഷമുള്ളൊരു സീറ്റാണ് ഈ വാഹനത്തിൽ ബാക്ക് സൈഡിലെ റോ എന്ന് പറയുന്നത്. നമുക്ക് ഏതായാലും ബാക്കിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് പൊളിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ സിറോസിൻ്റെ ബാക്ക് സീറ്റിലാണ് ഏറ്റവും വിശേഷമുള്ളത്. അതായത് ഏറ്റവും വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ നോക്കുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമല്ല, ഈ വാഹനത്തിൽ കയറി ഇരിക്കുമ്പോൾ തൊട്ട് വിശേഷങ്ങളാണ്. ഫ്രണ്ടിലത്തെ സീറ്റ് ഞാൻ ഏറ്റവും ബാക്കിലോട്ട് ഇറക്കിയിട്ട് നിങ്ങൾ കണ്ടായിരുന്നു. എന്നിട്ടും എനിക്ക് കാല് വെക്കാൻ പറ്റുന്ന ലെഗ് റൂം നല്ല രീതിക്കുണ്ട്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് ഓക്കെ എന്ന് പറയാം. അതായത് വലിയ കുറ്റം പറയാനൊന്നുമില്ല. കുറ്റം പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാമെന്നല്ലാതെ സംഗതി അടിപൊളി തന്നെയാണ്. എനിക്ക് സുഖമായിട്ട് കാല് വെക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചോണം, കണ്ടോ? അതായത് സീറ്റ് നിങ്ങൾക്ക് സ്ലൈഡ് ചെയ്യാൻ സാധിക്കും. മെക്കാനിക്കലാണ്, മാനുവലാണ്, ഓട്ടോമാറ്റിക്കോ ഇലക്ട്രിക്കലോ ഒന്നുമല്ല. ഞാൻ ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്. ആ ലിവർ പ്രസ് ചെയ്ത് മേലോട്ട് പോക്കി സ്ലൈഡ് ചെയ്ത് വെക്കുക. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ബാക്കിലത്തെ ബൂട്ട് സ്പേസ് കൂട്ടണമെങ്കിൽ ഫ്രണ്ടിലോട്ട് ആക്കുക. ഇനി നിങ്ങൾക്ക് നല്ല രീതിക്ക് കാല് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അതുമാത്രമല്ല, റിക്ലൈനിങ് ഫീച്ചറും കൂടെ കണ്ടോണം. യെസ്, ചാരിക്കിടന്നിങ്ങനെ ഉറങ്ങിപ്പോവാം. നല്ല കിടുക്കം ഫീച്ചർ. എനിക്ക് ഈ ഒരു ഫീച്ചർ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൽ ഒരു സബ് 4 മീറ്ററിൽ ഇത്രയും കാര്യങ്ങളൊക്കെ സാധിക്കുമെന്നുണ്ടെങ്കിൽ കിടു തന്നെയാണ് ഞാൻ പറയും. അതുപോലെ തന്നെ നമുക്കിവിടെ സൺ ബ്ലൈൻഡ്സ് വരുന്നുണ്ട്. ഇത് എല്ലാ വേരിയന്റിലും വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നല്ലൊരു കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് കൂളിങ്ങിൻ്റെ ഒക്കെ പ്രശ്നം, ഇടയ്ക്ക് ഒട്ടിച്ചോ പിന്നെ ഒട്ടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് കൂളിംഗ് ഒട്ടിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ബ്ലൈൻഡ് എടുത്ത് കയറ്റി വെച്ചാൽ വെയിലടിക്കാതെ നല്ല സുഖമായിട്ടിരിക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പം മെയിനായിട്ടുള്ളൊരു ഫീച്ചർ കാണുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന നമ്മുടെ സീറ്റ് വെന്റിലേഷൻ. യെസ്, അതായത് നമ്മുടെ റിയർ സീറ്റിന് വെന്റിലേഷൻ ഉണ്ട്. പക്ഷേ റിയർ സീറ്റിൽ ഒരു കാര്യത്തിന് മാത്രമേ ഉള്ളൂ, അതായത് ഈ താഴത്തെ പോർഷനിൽ മാത്രം വെന്റിലേഷൻ ഉള്ളൂ. ഇവിടെ ബാക്ക് സൈഡിൽ വരുന്നില്ല. ബോട്ടം പോർഷനിൽ മാത്രം നമുക്ക് വെന്റിലേഷൻ കിട്ടത്തുള്ളൂ. മതി. എന്നാലും നല്ല ചൂടൊക്കെ എടുത്തിരിക്കുന്ന സമയത്ത് ഈ അടി കുടിച്ചിട്ട് കാറ്റൊക്കെ കയറി പോകുമ്പോൾ ഒരു സുഖമായിട്ടുള്ളൊരു ഫീല് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാഹനം തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഡോർ അടയ്ക്കാൻ വേണ്ടിയുള്ള ഈ ഒരു പോക്കറ്റ്, അതായത് കൈ പിടിക്കാനുള്ള ഇവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. ഇവിടെ അത്യാവശ്യം സാധനം വെക്കാൻ സാധിക്കും. ഇവിടെ ഒരു ചെറിയ പോക്കറ്റ് ഉണ്ട്. ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു പോർഷനിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇഷ്ടം പോലെ സ്ഥലമാണ്. ഇനി സെൻട്രൽ കൺസോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തെങ്കിലും വെക്കാൻ സാധിക്കും. 2 സി ടൈപ്പ് പവർ ചാർജിങ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഒരു AC വെന്റ് കിട്ടുന്നുണ്ട്. ബ്ലോവേഴ്സ് അവൈലബിൾ അല്ല. ഫ്രണ്ടിലത്തെ ബ്ലോവറിൻ്റെ സപ്പോർട്ട് തന്നെ എടുത്താണ് ഫാൻ്റെ സ്പീഡ് വർക്ക് ചെയ്യുന്നത്. നമുക്കിത് ക്ലോസ് ആൻഡ് ഓപ്പൺ മാത്രം ചെയ്യാൻ സാധിക്കും. ഇവിടെ നമുക്കൊരു എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ ഫ്രണ്ടിൽ ഇരുന്നപ്പോൾ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. ഇവിടെ എയർ പ്യൂരിഫയർ വരുന്നുണ്ട്. ഇവിടെ ടച്ചാണ്. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർ പ്യൂരിഫയർ വർക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ഓട്ടോ വേണമെങ്കിൽ ഓട്ടോ സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അകത്തെ പൊടിയും കാര്യങ്ങളൊക്കെ ഇത് വലിച്ചെടുത്തോളും. സാധാരണ നമ്മുടെ AC ഫിൽറ്ററിൽ ഫിൽറ്റർ വെക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഒരു ചെറിയൊരു ഫിൽട്രേഷൻ തന്നെയാണ്. അതായത് നമ്മുടെ എയറിൻ്റെ ഫിൽട്രേഷനാണ് ഇവിടെ നടക്കുന്നത്. അത് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് ഓൺ ചെയ്യാൻ സാധിക്കും, ബാക്കിൽ നിന്ന് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധിക്കും. ഫ്രണ്ടിലത്തെ ഞാൻ ബട്ടൺ കാണിച്ചു തന്നായിരുന്നു, സൈഡിൽ വരുന്നൊരു ബട്ടൺ. അതുപോലെ തന്നെ ഇവിടെ ഈ കൊടുത്തിരിക്കുന്ന ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാനും സാധിക്കും. ഇതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഇതൊരു 60-40 സ്പ്ലിറ്റ് സീറ്റാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു 60-ലാണ്, ഇപ്പോൾ ഒരു 40-യുടെ സീറ്റ് ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഈ സീറ്റിൽ നമുക്ക് ചൈൽഡ് സീറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ നമുക്ക് വേണ്ട ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ആംറസ്റ്റ് കാണാൻ സാധിക്കും. അതായത് 2 പേരൊക്കെ സുഖമായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അവർക്കൊരു കൈയൊക്കെ വെച്ച് വർത്താനൊക്കെ പറയാനും കപ്സ് ഒക്കെ വെക്കാനും പറ്റും. ഇതും ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. ഇങ്ങനെ വെച്ച് സംസാരിക്കുക. ഇനി മൂന്നാമതൊരാളുണ്ടെങ്കിൽ ഇത് പൊക്കി വെക്കേണ്ടി വരും. അതുപോലെ തന്നെ നടുക്കിരിക്കുന്ന ആൾക്ക് അഡ്രസ്റ്റ് ഇല്ല, അവന് ആവശ്യമില്ല എന്നാണ് നമ്മുടെ കിയ പറയുന്നത്. ഓക്കെ, അപ്പം ആ സംഗതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ കിടുവാണ്. തൊട്ട് മേളിലായിട്ട് നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കാണാൻ സാധിക്കും. എല്ലാം LED ആണ്. അതൊരു നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഈ സൈഡിൽ നമുക്കൊരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പനോരമിക് റൂഫ് പാക്ക് ചെയ്ത് നോക്കുന്ന ഒരു ഫീലാണ് ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നത്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. പൊടിയൊക്കെ പെട്ടെന്ന് വന്ന് അടിച്ചകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫുഡൊന്ന് തുറക്കാം. യെസ്, ഇതൊരു
GDI എഞ്ചിനാണ് വരുന്നത്, അതായത് ഗ്യാസലിൻ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ എഞ്ചിനാണ് വരുന്നത്. ഈ വരുന്ന ഒരു മോഡൽ ഒരു 7 സ്പീഡ് DCT ആണ്, ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ വാഹനമാണ് നമുക്ക് ഈ ഒരു വേരിയന്റിൽ കിട്ടുന്നത്. ഇത് 2 ടൈപ്പ് വേരിയന്റ് ആണ് കിട്ടുന്നത്. ഒരു 1 ലിറ്റർ ടെർബോ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ മോഡൽ നമുക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ 1.5 ലിറ്റർ ഡീസൽ മോഡൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഏതായാലും ഈ ഒരു എഞ്ചിൻ റൂം തുറന്നു നോക്കി കഴിയുമ്പോഴത്തേക്കും വാഹനത്തിന്റെ പുറമേന്ന് കാണുന്ന പോലെ ഒരു കുഞ്ഞൻ വാഹനം പോലെ തന്നെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ റൂം എല്ലാം ഒന്ന് ഒതുക്കി കൈവച്ചാണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കൈയിട്ട് പണിയെടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കൊള്ളാം, അത്യാവശ്യം സ്പേഷ്യസ് ആണ്. അതായത് തിക്ലി പാക്ഡ് അല്ലെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഏതായാലും ഒരു കുഞ്ഞൻ എഞ്ചിൻ റൂമിനകത്ത് എല്ലാം കാര്യങ്ങളോട് കുത്തി കയറ്റി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഫ്യൂസ് കേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ബാറ്ററീസ്, നമ്മുടെ എയർ ഫിൽറ്റേഴ്സ് എല്ലാം ഒരുപാട് സൈഡിലോട്ട് മാറി കൂളിങ്ങിൻ്റെ ഫെസിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ നമുക്ക് ടെർബോയും കാര്യങ്ങളൊക്കെ നമുക്കിതിൻ്റെ ബാക്ക് സൈഡിൽ കാണാൻ സാധിക്കും. ഓക്കെ, പിന്നെ 3 സിലിണ്ടറിൻ്റെതായ ഒരു ചെറിയൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യും, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അതേ സ്ഥാനത്ത് ഒരു ഡീസൽ വാഹനത്തിൽ അത്രയും കൂടെ ഫീൽ ചെയ്യത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു, ഒരു 4 സിലിണ്ടർ ആയതുകൊണ്ട്. ഒരു ഡീസലിൻ്റെ എഞ്ചിൻ റൂം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടേക്കാം. ഇതൊരു ഡീസൽ വാഹനമാണ്, 1.5 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഏതായാലും വാഹനത്തിൻ്റെ എഞ്ചിൻ കാണുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ സ്പേസ് ഒട്ടും തന്നെ ഇല്ല. ഒരു പെട്രോൾ വേരിയൻ്റ്, അതായത് ഒരു 1 ലിറ്റർ എഞ്ചിനകത്ത് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി അത്യാവശ്യം സ്ഥലം ഉണ്ടായിരുന്നു. എന്നാൽ പക്ഷേ ഒരു ഡീസൽ എഞ്ചിൻ കയറിയപ്പോഴേക്കും ഇവിടെ സ്ഥലം എന്ന് പറയുന്ന ഒരു സാധനം വളരെ കുറവാണ്. നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും. ഏതായാലും നല്ല കിടുക്കനാണ്. യെസ്, ഒരു 1, 2, 3, 4 ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു നല്ലൊരു കവറും കാര്യങ്ങളൊക്കെ ഇട്ട് ഏതായാലും ഈ ഒരു എഞ്ചിൻ മറച്ചു വെച്ചിരിക്കുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. ഏതായാലും നല്ലൊരു ഫീൽ തന്നെ നമുക്ക് ഒരു എഞ്ചിൻ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇവനെ ഒന്ന് ഓടിച്ചു നോക്കാൻ കിട്ടുന്ന ഒരു അവസരം അതൊരു സംഭവം തന്നെയാണ്. ഏതായാലും ഉടനെ തന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അഡാസ് ഫീച്ചറായ സ്മാർട്ട് ക്രൂസ് കൺട്രോൾ വിത്ത് സ്റ്റോപ്പ് ആൻഡ് ഗോ, ഫ്രണ്ട് കൊളീഷൻ വാർണിംഗ്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, ഹൈ ബീം അസിസ്റ്റ്, 360 ക്യാമറ, പാർക്കിംഗ് കൊളീഷൻ അവോയ്ഡൻസ് അസിസ്റ്റ്, അങ്ങനെ ഒരുപാട് അഡാസ് ഫീച്ചേഴ്സ് നമ്മുടെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഏതായാലും ഒരു വാക്ക് റൗണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.